For example, consider R with the usual order is a directed set. Usual order എന്ന് വെച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ ആക്ച്വലി പറയുന്ന ആ ഒരു റിലേഷൻ തന്നെ. അപ്പോൾ അത് എന്താണ്, ഒരു ഡയറക്റ്റഡ് സെറ്റാണ്. വിത്ത് ദാറ്റ് R is a directed set. Now consider cos lambda such that lambda belongs to R. This is a net. Okay, this is a net in R. ഇപ്പോൾ ഈ ഒരു നെറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്, ദിസ് ഈസ് ഇൻ ദിസ് -1 1. ഇതിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും അത് ഈ പറഞ്ഞിരിക്കുന്ന നെറ്റിൻ്റെ ക്ലസ്റ്റർ പോയിൻ്റ് ആയിരിക്കും. ഇതിൽ നിന്ന് ഞാൻ ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും എന്താണ്, ഇൻഫൈനൈറ്റ്ലി മെനി ടേംസ് ഇൻ ദിസ് നെറ്റ് ലൈസ് അറൗണ്ട് ദാറ്റ് പോയിൻ്റ് അല്ലേ. അപ്പോൾ ഞാൻ 1 എടുത്തു എന്ന് വിചാരിക്കാം. 1 എടുക്കുകയാണെങ്കിൽ എനിക്കെന്താണ്, 0 cos 0 1 ആണ്, cos 2π 1 ആണ്. ഇതുപോലെ cos ഇൻറ്റു 2 cos ഓഫ് 2nπ എടുത്തു കഴിഞ്ഞാൽ 2nπs എല്ലാം എവിടെ ഉണ്ട്, 2nπs ബിലോങ്സ് ടു R ഫോർ എനി ഇൻറ്റിജർ n ഇൻ Z ആണ്. അപ്പോൾ ഇസഡിൽ നിന്ന് ഞാൻ ഏത് ഇൻറ്റിജർ n എടുത്തു കഴിഞ്ഞാൽ 2nπs ആറിലാണ്. ആ 2nπസിനെല്ലാം cos 2nπ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതെല്ലാം ഈ ടേംസ് എല്ലാം എവിടെയാണ്, 1ൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എന്താണ്, ഞാനിതാ ഈ സബ്നെറ്റ് എടുത്തു, cos 2nπ കൺസിഡർ ചെയ്തു. ഫോർ 2nπs എന്താണ്, ഫോർ n ബിലോങ്സ് ടു Z, cos ഓഫ് 2nπ എടുത്തു. ഞാനിവിടെ സബ്നെറ്റിൻ്റെ ആ ഒരു ഫങ്ഷൻ ഫൈ ആയിട്ട് എടുക്കുന്നത് ഫൈ ഓഫ് n is equal to 2nπ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഫൈ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഫങ്ഷനാണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ്, cos ഓഫ് 2nπ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്, സബ്നെറ്റാണ്. ഇത് എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, 1ലോട്ട്. കാരണം എന്താണ്, ഈ സബ്നെറ്റിൽ എല്ലാ ടേംസും 1 തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് 1ലോട്ട്. സോ 1 ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് ദിസ് നെറ്റ്. പക്ഷേ ലിമിറ്റ് പോയിൻ്റ് അല്ലേ, ദിസ് ഇസ് എ ക്ലസ്റ്റർ പോയിൻ്റ്. ലിമിറ്റ് പോയിൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, നൗ ഇതുപോലെ ഞാൻ ഇൻ ബിറ്റ്വീൻ -1 1ലുള്ള ഏത് വാല്യൂ എടുത്താലും അതിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സബ്നെറ്റ് നമ്മൾക്ക് ഇതുപോലെ കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ എനി പോയിൻ്റ് ഇൻ ദിസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് ദിസ് നെറ്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഈ ഒരു ക്ലാസ് വരുന്നത്. സോ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ ഫസ്റ്റ് തന്നെ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു നെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആണ്. വിച്ച് മീൻസ് ദ ലിമിറ്റ് വിൽ കൺവേർജസ് ടു എക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് അതേ നെറ്റിൻ്റെ ക്ലസ്റ്റർ പോയിൻ്റ് ആവുമോ എന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി തിരിച്ച് എക്സ് ക്ലസ്റ്റർ പോയിൻ്റ് ആണെങ്കിൽ അത് ആ ഒരു നെറ്റിൻ്റെ എന്താണ് ലിമിറ്റ് പോയിൻ്റ് ആവുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വണ്ണ് എന്തായാലും വരത്തില്ല അല്ലേ. ഒരു നെറ്റിന് അല്ല എന്തായാലും വരത്തില്ല എന്നല്ല, അങ്ങനെ ക്ലസ്റ്റർ പോയിൻ്റ് തന്നെ ലിമിറ്റ് പോയിൻ്റ് ആവുന്ന കേസസ് വരും. നമുക്കത് ഡിസ്കസ് ചെയ്യാം.
ആദ്യം ഫസ്റ്റിലത്തെ നോക്കാം. എന്താണ് ലിമിറ്റ് പോയിൻറ്റ്സ് എല്ലാം ക്ലസ്റ്റർ പോയിൻ്റ് ആണോ എന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് സം നെറ്റ് എക്സ് ലാംഡ ബിലോങ്സ് ടു ലാംഡയുടെ ലിമിറ്റ് പോയിൻ്റ് ആണെന്ന് കരുതുക. സപ്പോസ് ഇറ്റ് ഈസ് എ ലിമിറ്റ് പോയിൻ്റ്. ദെൻ ദിസ് ഇംപ്ലൈസ് ദാറ്റ് for any neighborhood u of x there exists a lambda naught such that x lambda belongs to u for all lambda greater than or equal to lambda naught. ഇതാണ് ലിമിറ്റ് പോയിൻറ്റിൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്നത്. ഇതേ എക്സ് ക്ലസ്റ്റർ പോയിൻ്റ് ആവണമെങ്കിൽ നമ്മൾക്ക് എന്താണ് ഏതൊരു നെയ്ബർഹുഡ് യു ഓഫ് എക്സ് കൺസിഡർ ചെയ്താലും ആൻഡ് എനി ലാംഡ നോട്ട് ഇൻ ലാംഡ കൺസിഡർ ചെയ്താലും, ഇപ്പോൾ ലാംഡ 1 എന്ന് എടുക്കുക, ലാംഡ നോട്ട് ഓൾറെഡി യൂസ് ചെയ്തല്ലോ, എനി ലാംഡ 1 ഇൻ ലാംഡ കൺസിഡർ ചെയ്താലും നമ്മൾക്ക് എന്താണ് ദർ എക്സിസ്റ്റ് എ മ്യൂ ഇൻ ലാംഡ such that mu greater than or equal to lambda 1 and x mu belongs to u ആയിരിക്കണം. ഇതാണ് ക്ലസ്റ്റർ പോയിൻ്റ് ആവാനുള്ള ഡെഫിനിഷൻ. ആൻഡ് ഇത് എന്താണ് ലിമിറ്റ് പോയിൻ്റ് ആവാനുള്ള ഡെഫിനിഷൻ. അപ്പോൾ നോക്കിക്കേ, ഞാൻ ഒരു നെയ്ബർഹുഡ് ചൂസ് ചെയ്തിട്ട് യു ബി എ നെയ്ബർഹുഡ് സപ്പോസ് ചെയ്യുന്നത് ലിമിറ്റ് പോയിൻ്റ് ആണെന്നാണ്. And suppose u is a neighbor, let u be a neighborhood of x and let lambda 1 belongs to lambda. Arbitrate ഞാൻ ചൂസ് ചെയ്തു. ആൻഡ് ഓൾറെഡി നമുക്കൊരു ലാംഡ നോട്ടും ഉണ്ട്. ഇപ്പോൾ ലാംഡ നോട്ടും ലാംഡ 1ഉം ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും ഡയറക്റ്റഡ് സെറ്റിലുള്ള എലമെൻറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ദർ എക്സിസ്റ്റ് ലാംഡ 3 സച്ച് ദാറ്റ് അല്ലെങ്കിൽ ലാംഡ 2 സച്ച് ദാറ്റ് lambda 2 greater than or equal to lambda naught and lambda 2 greater than or equal to lambda 1. ഇങ്ങനെ ഒരു ലാംഡ 2 നമ്മൾക്ക് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ലാംഡ 2 greater than or equal to എന്താണ് ലാംഡ 1 ആണ്. ലാംഡ 2 greater than or equal to ലാംഡ നോട്ട് ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ് ഈ ലിമിറ്റ് പോയിൻറ്റിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ പ്രകാരം എന്ത് പറയാം, എക്സ് ലാംഡ 2 ബിലോങ്സ് ടു യു എന്ന് പറയാം. അപ്പോൾ എന്ത് കിട്ടി, ഫോർ എനി നെയ്ബർഹുഡ് യു ഓഫ് എക്സ് ആൻഡ് ഫോർ എനി ലാംഡ 1 ഇൻ ലാംഡ ദർ എക്സിസ്റ്റ് ലാംഡ 2 ഇൻ ലാംഡ സച്ച് ദാറ്റ് ലാംഡ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ 1 ആൻഡ് എക്സ് ലാംഡ 2 ബിലോങ്സ് ടു യു. അപ്പോൾ എന്ത് കിട്ടി, ദിസ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ്. So every limit point of a net is a cluster point. പക്ഷേ ക്ലസ്റ്റർ പോയിൻറ്റ്സ് എല്ലാം എന്താവണമെന്നില്ല, ലിമിറ്റ് പോയിൻ്റ് ആവണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഏതെങ്കിലും ഈ ഒരു സീക്വൻസുകളെല്ലാം എന്താണ് നെറ്റാണല്ലോ. അപ്പം ഞാൻ -1 1 1 -1 1 -1 1 ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് പോകുന്ന ഈ ഒരു സീക്വൻസ് എടുക്കും. അപ്പോൾ ബൈ ദ ഡെഫിനിഷൻ വിച്ച് ഈസ് ഓൾസോ എ നെറ്റ്. അപ്പോൾ ഇവിടെ -1ഉം 1ഉം ക്ലസ്റ്റർ പോയിൻ്റാണ്. കാരണം എന്താണ്, അത്രയും ടേംസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ -1ഉം 1ഉം ക്ലസ്റ്റർ പോയിൻ്റാണ്. പക്ഷേ -1ഉം 1ഉം എന്തല്ല, ലിമിറ്റ് പോയിൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തിനുള്ള ക്ലസ്റ്റർ പോയിൻറ്റ്സ് എല്ലാം ലിമിറ്റ് പോയിൻ്റ് ആവണമെന്നില്ല എന്നതിനുള്ളൊരു എക്സാമ്പിൾ. സോ എവറി ലിമിറ്റ് പോയിൻ്റ് ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ്, ബട്ട് എവറി ക്ലസ്റ്റർ പോയിൻ്റ് ഈസ് നോട്ട് എ ലിമിറ്റ് പോയിൻ്റ്. നീഡ് നോട്ട് ബി എവറി വൺ എല്ലാ ക്ലസ്റ്റർ പോയിൻറ്റ്സും ലിമിറ്റ് പോയിൻ്റ് ആവണമെന്നില്ല, ആവുന്ന കേസസും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കൊറോളറിയിലോട്ട് വരാം. Corollary 16.14. A point X is a cluster point of a subnet of the net in X if and only if X is a cluster point of that net. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ
ഒരു പോയിൻ്റ് ഒരു നെറ്റിൻ്റെ സബ്നെറ്റിൻ്റെ ക്ലസ്റ്റർ പോയിൻ്റ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പം ഞാൻ ആ സബ്നെറ്റ് കൺസിഡർ ചെയ്യാം, എക്സ് ലാംഡ സിഗ്മ സച്ച് ദാറ്റ് സിഗ്മ ബിലോങ്സ് ടു സിഗ്മ ബി എ സബ്നെറ്റ് ഓഫ് ദിസ് നെറ്റ്. ദെൻ എക്സ് ഇതിന് ഇറ്റ്സെൽഫ് നമ്മൾ ഇതിനൊരു നെറ്റായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ്, എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് ദിസ് net if and only if x is a limit point of a subnet of x lambda 6 sigma such that x lambda sigma such that sigma belongs to sigma. Now നമ്മൾക്കിനി എന്ത് പറയാം, ഇവിടെ ഈ ഒരു സബ്നെറ്റിൻ്റെ സബ്നെറ്റുകളെല്ലാം തന്നെ എന്തായിരിക്കും, സബ്നെറ്റ് ഓഫ് എക്സ് ലാംഡ സച്ച് ദാറ്റ് ലാംഡ ബിലോങ്സ് ടു ലാംഡയും ആയിരിക്കുമല്ലോ. ഈ സബ്നെറ്റിൻ്റെ സബ്നെറ്റ് എല്ലാം തന്നെ ഈ ഒരു നെറ്റിനും സബ്നെറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം, ദിസ് നെറ്റ് ഹാസ് എ സബ്നെറ്റ് വിച്ച് കൺവേർജസ് ടു ദ പോയിൻ്റ് എക്സ്. ഇപ്പോൾ നമ്മൾ മുൻപേ പ്രൂവ് ചെയ്ത തിയറം പ്രകാരം നമ്മൾക്കിൻ്റെ കിട്ടി, ഈ എക്സ് എന്ന് പറയുന്നത് എന്തായിത്തീരും, വിച്ച് വിൽ ബി എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എക്സ് ലാംഡ സച്ച് ദാറ്റ് ലാംഡ ബിലോങ്സ് ടു ലാംഡ ആയിട്ട് കിട്ടും. ഓക്കെ, നൗ ഇനി തിരിച്ച് ചിന്തിക്കുക. സപ്പോസ് എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് of the net x lambda such that lambda belongs to lambda. So നമുക്ക് നേരത്തെ തിയറം പ്രകാരം എന്ത് പറയാം, this net has a subnet which converges to what, x. അതായത് എക്സ് ഈ ഒരു സബ്നെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തത് പ്രകാരം ലിമിറ്റ് പോയിൻറ്റ്സ് എല്ലാം ക്ലസ്റ്റർ പോയിൻ്റ് ആയിരിക്കും. So this implies that x is a cluster point of that subnet. ഇപ്പം എന്ത് കിട്ടി, എക്സ് ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് ദിസ് നെറ്റ് ആണെങ്കിൽ എക്സ് വിൽ ബി എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എ സബ്നെറ്റ് ഓൾസോ. ഓക്കെ, സോ ഇതായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്താ നോക്കിക്കേ, എ പോയിൻ്റ് എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എ സബ്നെറ്റ് ഓഫ് x lambda such that lambda belongs to lambda in x if and only if x is a cluster point of that net. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അസ്യൂം ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഇസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എക്സ് ലാംഡ സച്ച് ദാറ്റ് ലാംഡ ബിലോങ്സ് ടു ലാംഡ ആണെന്ന് പറഞ്ഞു. തിരിച്ച് എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് ദിസ് നെറ്റ് എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത റിസൾട്ട് കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്താണെന്ന് പറഞ്ഞു, ആ ഒരു പോയിൻ്റ് ക്ലസ്റ്റർ പോയിൻ്റ് ആയിട്ട് വരുന്നത് സബ്നെറ്റ് ഈ ഉണ്ടായിരിക്കുമെന്നും പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഇൻ ടോട്ടൽ എന്ത് പറയാം, ഒരു പോയിൻ്റ് ഒരു നെറ്റിൻ്റെ ക്ലസ്റ്റർ പോയിൻ്റ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്തായിട്ട് പറയാം, ദർ എക്സിസ്റ്റ് എ സബ്നെറ്റ് ഓഫ് ദ നെറ്റ് വിച്ച് വിത്ത് എക്സ് വിൽ നമുക്ക് എന്താ പറയുക, എക്സ് ഇസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എ സബ്നെറ്റ് ഓഫ് ദാറ്റ് നെറ്റ് എന്ന് പറയാം. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട. പോയിൻ്റ് എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എ സബ്നെറ്റ് ഓഫ് ദ നെറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് that point is a cluster point of that net itself.